ശ്രീ പെരിയദേവൻ ക്ഷേത്രം അപ്പൂപ്പന്റെ തിരുസന്നിധിയിൽ നാളെ മുതൽ സമാരംഭിക്കുന്ന മഹാശിവപുരാണ ജ്ഞാനയജ്ഞം ഇന്നതിൻ്റെ മാഹാത്മ്യമാണ്. മാഹാത്മ്യം എന്നത് കേൾക്കാൻ പോകുന്ന ഗ്രന്ഥത്തെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. 18 പുരാണങ്ങൾ നമുക്ക് ഏവർക്കും അറിയാം. മദ്വയം ഭദ്വയം ജൈവ ബ്രദ്ധയം വാ ചതുഷ്ടയം നാലിംബാഗ്നി പുരാണാണി ഗുസ്തം ഗാരൂഢമേവ. ഇങ്ങനൊരു ചൊല്ലി നമ്മൾ കേൾക്കാറുണ്ട്. മദ്വയം മാ കൊണ്ട് 2, മത്സ്യം മാർക്കണ്ഡേയം. ഭദ്വയം ഭാ കൊണ്ട് 2, ഭവിഷ്യം ഭാഗവതം. മദ്വയം ഭദ്വയം ജൈവ ബ്രത്രയം ബ്രഹ്മം ബ്രഹ്മാണ്ഡവം ബ്രഹ്മവൈവർത്തകം. ഇങ്ങനെ തുടങ്ങി വായു വാമനൻ ഇങ്ങനെ കേൾക്കാറുണ്ട് നമ്മൾ. പക്ഷെ ഇതിനെ നിങ്ങൾ ശിവപുരാണം എന്നൊരു ഗ്രന്ഥം ഈ 18 പുരാണങ്ങൾ കേൾക്കുന്നുണ്ടാവില്ല. അപ്പൊ നമുക്ക് സംശയം ഉണ്ടായി, ശിവപുരാണം 18 പുരാണത്തിലുള്ളതാണോ? നമ്മൾ ദേവീഭാഗവതമൊക്കെ വായിക്കാറില്ലേ? ദേവീഭാഗവതവും പുരാണമാണെന്ന് പറയും. പക്ഷെ ദേവീഭാഗവതം 18 പുരാണത്തിലുള്ളതല്ല, ഉപപുരാണത്തിലുള്ളതാണ്. സംശയമായി നമുക്ക് ശിവപുരാണം ഉപപുരാണത്തിലുള്ളതാണോ? അല്ല. ഈ പുരാണത്തെ 18 പറയുമ്പോൾ പറഞ്ഞത് വായുപുരാണം എന്നാണ് പറഞ്ഞത്. വായു സംഹിത. വായു ഭഗവാൻ അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ പുരാണം അറിയപ്പെടുന്നത്. അതുകൊണ്ട് വാചതുഷ്ടയം വായു വാമനൻ തുടങ്ങിയ പുരാണങ്ങളിൽ ഈ പുരാണത്തിന്റെ പേരും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. 24,000 ശ്ലോകങ്ങൾ സംഹിത വ്യവസ്ഥയിലാണ് എഴുതിയിരിക്കുക. ബാക്കിയുള്ള പുരാണങ്ങളൊക്കെ സ്കന്ധ വ്യവസ്ഥയിലാണ്, 12 സ്കന്ധങ്ങൾ അങ്ങനെയാണ്. ഇത് സംഹിത വ്യവസ്ഥയിലാണ്. അപ്പൊ കുറച്ച് നീളത്തിലുള്ള വരികളായിരിക്കും. മറ്റതൊക്കെ ചെറിയ കാകളിയൊക്കെ വൃത്തം മലയാളത്തിൽ പറയുമ്പോൾ മറ്റത് കുറച്ച് നീളത്തിലുള്ള വരികളായിരിക്കും. അപ്പൊ അങ്ങനെ ആണ് ഈ പുരാണം. ഈ പുരാണത്തിൽ പറയുന്നതൊക്കെയും മഹാദേവന്റെ വിശിഷ്ടമായ കഥകളാണ്. 64 അവതാരം പറയും മഹാദേവന്റെ. ഇപ്പോ ശ്രീകൃഷ്ണ അവതാരം കഥ നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ഭഗവാൻ 1-ാം ദിവസം വരാഹമായി അവതരിക്കും, സപ്താഹയജ്ഞശാലയിൽ 2-ാം ദിവസം നൃസിംഹം, 3-ാം ദിവസം കൃഷ്ണനായിട്ട്, 4-ാം ദിവസം ഗോവിന്ദാഭിഷേകം, 5-ാം ദിവസം രുക്മിണി സ്വയംവരം, 6-ാം ദിവസം കുചേല സദ്ഗതി, 7-ാം ദിവസം സ്വധാമം. ഇങ്ങനെ 7 ദിവസത്തെ കഥകൾ നമുക്ക് കാണാപ്പാട് അറിയാം. പക്ഷെ ഇതിപ്പോ ഭഗവാൻ മഹാദേവൻ അവതരിക്കേണ്ട ആളല്ല. അവതരിച്ചു എന്ന് പറഞ്ഞാൽ ഇറങ്ങി വന്നു എന്നാ. സ്വസ്ഥമായ ഒരു സ്ഥലത്ത് ആത്മബോധത്തോട് ചേർന്നിരുന്ന ആനന്ദമൂർത്തിയായ വിഷയം അത് ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്വരൂപം സ്വീകരിച്ചുകൊണ്ട് ഏതോ ഒരു കാര്യങ്ങൾ ചെയ്യാനായി, ധർമ്മം പുനഃസ്ഥാപിക്കാനായി, ധർമ്മരക്ഷാർത്ഥം അവതരിച്ചു വന്നു. അതിന് അവതാരം. അതുകൊണ്ട് തന്നെ അതിനെന്തുണ്ട്? തിരിച്ചു പോകണം. അത് സ്വധാമം പറഞ്ഞു. സ്വന്തം ധാമത്തിലേക്ക് തിരിച്ചു പോകുന്നതിന് സ്വധാമം പറഞ്ഞു. ഇവിടെ മഹാദേവനെ സംബന്ധിച്ച് അവതാരവുമില്ല സ്വധാമവുമില്ല. കാരണം അവതരിക്കേണ്ട ഒരാളല്ല മഹാദേവൻ. ശിരസ്ഥാണു പ്രഭു ഭീമ പ്രവരോ വരദോ വര സർവാത്മാ സർവവിഖ്യാത സർവഭാവകരോ ഭവ ലഘു. ഇത് ശിവസഹസ്രനാമത്തിലെ പ്രഥമ ശ്ലോകമാണ്. അതിൽ തന്നെ സ്വയമായി ഉണ്ടായവൻ, സ്വന്തമായി ഉത്ഭവിച്ചവൻ, അല്ലെങ്കിൽ ഉത്ഭവിക്കേണ്ട കാരണമില്ലാത്തവൻ, ഉത്ഭവിക്കാൻ സാധിക്കാത്തവൻ എന്നൊക്കെ അർത്ഥത്തിൽ നമ്മൾ പറയാറുണ്ട് അല്ലേ? ശിവഭഗവാനെ നമ്മൾ ഒരു ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പൊ കാളി ഭഗവതി ഇങ്ങനെ അമ്മ മഹാമായ ഭഗവാന്റെ മാരടത്തിൽ ചവിട്ടി വെക്കുന്ന ചിത്രം കണ്ടോ? നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. കുഞ്ഞുണ്ടാവില്ല, നമ്മളെ കണ്ടില്ലേ എങ്ങനെ നിൽക്കുക? അതിൽ ആ ചിത്രത്തില് ഭഗവാൻ തന്റെ വലത് കൈ കൊണ്ട് തലയിൽ പിടിച്ചിട്ടുണ്ടാകും, ഇടത് കാലം മുട്ടുമടക്കി വെച്ചിട്ടുണ്ടാകും. അങ്ങനെ കിടക്കുന്ന മഹാദേവന്റെ തിരുമാറിടത്തിൽ, അത് ഏത് മാറിടത്തിലാ? വലത് മാറിടത്തിൽ ഭഗവതി അമ്മ മഹാമായ തന്റെ വലത് കാലിന്റെ പെരുവിരൽ ഉറപ്പിച്ചു നിർത്തുക. ഇനി ആ ചിത്രം കാണുമ്പോൾ നോക്കണം. നേരത്തെ ധ്യാനത്തിൽ പറഞ്ഞത് ഖഡ്ഗം കേടകം കപാലം ദാരികശരത്. 4 കൈകളാണ്. ചിലത് 8 വരയ്ക്കാറുണ്ട്, 16 വരയ്ക്കാറുണ്ട്. അത് വരയ്ക്കുന്നവിടെ യുക്തി പോലെ. 4 കൈകളെ പാടുള്ളൂ. അങ്ങനെ നിൽക്കുന്ന ഭഗവതി ചവിട്ടിയിരിക്കുന്ന എവിടെയാ? ഭഗവാന്റെ തിരുഹൃദയത്തിലാണ്.